ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ ഇന്ന് നമ്മൾ സൗദിയിലെ തായിഫിന്റെ ഒരു ഉള്ളേരിയിലൂടെ ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര നമ്മൾ അതാട്ടോ, അതായത് ഉൾഗ്രാമം തേടിയുള്ള ഒരു യാത്രയാണ്. സാധാ നമ്മളെ നാട്ടിലത്തെ പഞ്ചായത്ത് റോഡിന്റെ വീതി കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. റോഡിന് മതിലൊക്കെ ഉണ്ടില്ലേ, ഇവിടുത്തെ മതിലുകളൊക്കെ ഇങ്ങനെ നല്ല അടിപൊളി മതിലുകളും വലിയ വലിയ പാറക്കൂട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയാം. ഇത് പൊതുവെ കൃഷിയിടങ്ങളാണ്, ഈ ഏരിയകളൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. അത്യാവശ്യം സൂര്യന് അസ്തമിക്കുന്ന സമയമാണ്. മതിലും കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ വെള്ളം ഇതുപോലെ ടാങ്കറിൽ കൊടുന്ന് നിറക്കുക ചെയ്യാം. നമ്മൾ ഇപ്പുറത്ത് കാണുന്നതാണ് വർഷൂമി, അതാ കള്ളിമുൾച്ചെടി, അതിൻ്റെ കൃഷിത്തോട്ടാണ്. പക്ക ഉൾഗ്രാമമാണ്. ആ ഉൾഗ്രാമത്തിൽ കൃഷികളും കാര്യങ്ങളും, അവിടെയൊക്കെ കൃഷി പാടങ്ങൾ കാണിക്കുന്നതൊക്കെ പാടങ്ങളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. നല്ല അടിപൊളി ഒരു ഏരിയ ആണ്. അതിന് അപ്പുറത്ത് കാവൽ നിൽക്കുന്ന നായനെ കാണാം നമുക്ക്. ആ തോട്ടത്തിന് കാവൽ നിൽക്കുന്ന പട്ടി. അപ്പുറത്തൊക്കെ ചെറുകിട വീടുകൾ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു കൃഷി സ്ഥലമാണ് ഈ കാണുന്നത്. വലിയൊരു മല ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഒരു കല്ല് കാണുന്നുണ്ട് നമുക്ക്. ഒറ്റക്കല്ല് ഇങ്ങനെ മുകളിൽ കുത്തിക്കൊണ്ട്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ചെറിയ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻഭാഗത്ത് വലിയൊരു മല, അതിന് മുകളിൽ ഒരു ഒറ്റക്കല്ല് കാണാൻ കഴിയുണ്ടാവും നിങ്ങൾക്കൊക്കെ. ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ട്, ചെറിയ ഇസ്ലാമിക പള്ളി. നമ്മുടെ നാട്ടിൽ അറിയാൻ മുകളിൽ പള്ളികൾ. ഈ കാണുന്നതൊക്കെ കള്ളിമുൾച്ചെടിയാണ്, അതിൻ്റെ തോട്ടാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ പാടാണ്. ഇതിനൊന്നും ഇപ്പോൾ കൃഷിയില്ല തോന്നുന്നത്, കാരണം ഇപ്പോഴത്തെ കാലത്തൊന്നും കൃഷി ചെയ്തിട്ടില്ല. പക്ഷെ ചുറ്റോറും മറ്റേ ഉറുമാമ്പഴത്തിൻ്റെ ചെടികളുണ്ട്, മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. വലിയ വലിയ കല്ല് കൊണ്ടുണ്ടാക്കിയ മതിലുകളാണത്. വലിയ കല്ല്, പാറ പൊട്ടിച്ചാണ്ട് അതുകൊണ്ടുണ്ടാക്കിയ മതിലാണ് ഈ കാണുന്നത്. ഒരു വീടിൻ്റെ മതിലാണത്. അപ്പുറത്തൊരു വീട് കാണുന്നുണ്ട്. ഇതൊക്കെ പഴയ കൃഷി സ്ഥലങ്ങളാട്ടോ. പക്ഷെ എപ്പോഴൊന്നും വെള്ളത്തിന്റെ ക്ഷാമം കൊണ്ട് എന്താ അറിയില്ല, കൃഷി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വീഡിയോ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നില്ല അറിയില്ല. ഒക്കെ വീടുകളാണ്. റോഡ് വളരെ ചെറിയ റോഡാണ്, ശ്രദ്ധിച്ചു പോകണം നമ്മള്. നല്ല വളവും തിരിവാണ്. രണ്ട് ഭാഗത്തും മലയാണ്. ആ മലന്റെ എന്താ പറയാ, താഴ്വാരത്തുള്ള റോഡാണത്. ചെറിയ റോഡ്, കുറഞ്ഞ വീടുകളേ ഉള്ളൂ, കുറഞ്ഞ ആളുകളെ താമസിക്കുന്നുള്ളൂ. ഒരുപക്ഷെ സൗദിയിലെ പഴയ ആളുകൾ ഉണ്ടാവില്ല, ഈ ബതുക്കൾ എന്ന് പറയില്ലേ, അങ്ങനത്തെ അറബികൾ താമസിക്കുന്ന ആൾ താമസിച്ച നല്ല ശാന്തമായ അന്തരീക്ഷം. ഒരു വണ്ടികളോ കാര്യങ്ങളോ അതിന്റെ സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷെ എല്ലായിടത്തും കറണ്ട് ഉണ്ട് കേട്ടോ. കറണ്ടും കാലാണ് ഈ കാണുന്നത്. പോസ്റ്റ് കാല്, അതിന്റെ ലൈനൊക്കെ പോണൊക്കെ കാണാൻ കഴിയും. ഈ ഭാഗത്ത് കൂടുതലും പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ഈ സീസണിലെ ഫ്രൂട്ട്സ് ആയ ഈ ബർഷൂമി അഥവാ കള്ളി മുൾച്ചെടി, ഇതൊക്കെയാണ്. ഇത് നല്ലൊരു മുൾച്ചെടിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെയൊക്കെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകണമെങ്കിൽ കുറേ വീടുകൾ കാണാൻ കഴിയും. നമ്മൾ നേരെ മുമ്പിൽ ഒരു മല കാണുന്നുണ്ട്. ആ മലന്റെ മുകളിലൊക്കെ നിങ്ങളൊരു വീടുണ്ടില്ലേ, അവിടെ സൂം ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷെ അവിടെ ഒരു വീടുണ്ട്. റോഡ് പണ്ട് കാലത്ത് നമ്മളെ കേരളത്തിലെ അതേ നമ്മളെ റോഡ് തന്നെയാണ്. നമ്മളെ പഞ്ചായത്ത് റോഡ്. ഓരോ ചെറിയ ഉള്ളേരികളിൽ റോഡുണ്ടാവില്ലേ അത്. പക്ഷെ റോഡൊക്കെ നല്ല റോഡാട്ടോ, നല്ല അടിപൊളി കോൺക്രീറ്റ് കാര്യങ്ങൾ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ മറ്റേ ബോർഡ് എഴുതിച്ചിട്ടുണ്ട്, ജംഗ്ഷനാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 3 റോഡ് ഉണ്ട്. അപ്പുറത്ത് എഴുതിച്ചിട്ടുണ്ട് തായിഫ് എന്നാണ് ഒരു ബോർഡ് എഴുതിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ തായിഫിലെ വഴി ഇതാണ്. ഇത് തായിഫ് അൽഷഫ എന്ന മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് അൽഷഫ എന്ന് പറയും. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ ഉള്ള വഴികളാണിത്.
ഷഫ തന്നെ എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ഉള്ള ഏരിയയാണ്. തായിഫ് ടൗണിൽ നിന്ന് ഏകദേശം 30-35 കിലോമീറ്റർ പോകണം. ആ ഒരു ഏരിയയാണ്. ഇവിടെ ഒരു വീടാണിത്. വീടുകളൊക്കെ ചെറിയ വീടാണ്. പഴയ ഒരു ക്യാപ്രീസ് അടക്കമുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്ന് അവസാനം നമ്മൾ മെയിൻ റോഡ് ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പുറത്ത് വണ്ടി പോകുന്നൊക്കെ കാണുന്നുണ്ട്. നമ്മളൊരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളിൽ പോകുന്നുണ്ടായിരുന്നു. ഒരു കിളി കണ്ടില്ല. അവിടെ അത്യാവശ്യം നിറയെ കിളികളുണ്ട് കേട്ടോ. ഈ നമ്മുടെ നാട്ടിലത്തെ പോലുള്ള കുറേ കിളികൾ ഇവിടെ ഉണ്ട്. ഈ മലമ്പ്രദേശം ഇഷ്ടം പോലെ കുറേ ആളുകൾ വേട്ടയാടി പിടിക്കലുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായത് നമ്മൾ ഉണക്കപ്പുല്ലുകൾ കൊണ്ടുണ്ടായിരുന്നു. വീടൊക്കെ മേയാൻ ഉപയോഗിച്ചിരുന്ന പുല്ലുകളൊക്കെ അതേപോലെ പുല്ലുകളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ആരും ഉപയോഗിക്കണമെന്നില്ല. നമ്മുടെ നാട്ടിൽ പണ്ട് ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തായിഫിലേക്കുള്ള മെയിൻ റോഡ്, അതായത് ഷഫ തായിഫ് റോഡും നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി റോഡൊക്കെ നല്ല അടിപൊളി റോഡുകളായിക്കാറും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.